Hi all friends, welcome to NTM Political Talk. നമ്മൾ ഇടയ്ക്കിടെ ഒരു സ്പെഷ്യൽ സ്റ്റോറി ചെയ്യാറുണ്ടല്ലോ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ സ്റ്റോറി വിഷയം ആഡംബരമാകുന്ന സ്വർണം. സ്വർണം ഇപ്പോൾ ഒരു ആഡംബര വസ്തുവായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇതിന്റെ മാർക്കറ്റിലെ ചലനങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. സാധാരണക്കാരന് എത്തി നോക്കാൻ പറ്റാത്ത അത്രയും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ആഡംബരമായി മാറുകയാണ് സാധാരണ പതിവ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആഡംബര കാറുകളൊക്കെ ഉണ്ടല്ലോ. മെർസിഡീസ് ബെൻസ്, റേഞ്ച് റോവർ, BMW എന്നു മുതലായ ആഡംബര വാഹനങ്ങളൊന്നും സാധാരണക്കാർ അത് വാങ്ങാൻ ആഗ്രഹിക്കുകയോ വാങ്ങാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം അത് അത്രയും വിലയാണ്. അതിന് സാധാരണക്കാരന് എത്തിപ്പെടാൻ പറ്റാത്തത്ര വിലയുള്ള സാധനങ്ങളാണ്. അതൊന്നും വാങ്ങുവാൻ സാധാരണക്കാരൻ ശ്രമിക്കാറുമില്ല. എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്വർണത്തിന്റെ വിലയും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 1,00,000 ഏറ്റവും അടുക്കുവാൻ ഏകദേശം 8,000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. 92,000 രൂപ ഇപ്പോൾ പിന്നിടാൻ പോവുകയാണ്. ഏതായാലും 8,000 രൂപയുടെ അടുത്ത് കഴിഞ്ഞാൽ 1,00,000 അടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു പവൻ സ്വർണം സ്വന്തമാക്കണമെങ്കിൽ 1,12,000 അല്ലെങ്കിൽ 1,10,000 ഒക്കെ ഏകദേശം ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതൊരു സാധാരണക്കാരന് എത്തി നോക്കാൻ വാങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് സ്വർണത്തിന്റെ ഇപ്പോഴത്തെ പോക്ക്. ഏകദേശം ഒരു കമ്മൽ വാങ്ങണമെങ്കിലും 25,000-30,000 രൂപ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സാധാരണക്കാരൻ ആ മഞ്ഞലോകത്തെ ഉപേക്ഷിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു വ്യവസായ ലോകം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല എല്ലാ ലോകത്തും ഉണ്ട്. എങ്കിലും നമ്മളെ മലയാളികൾ കൂടുതലും ഈ സ്വർണ്ണ പ്രേമികളായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യവസായ മേഖല അത് തന്നെ സ്ഥിതി ചെയ്യുന്നു, ചെറുതും വലുതുമായിട്ട്. ആദ്യമായി തന്നെ പറയട്ടെ, ജ്വല്ലറികൾ. ഇത് വിൽക്കുന്ന ജ്വല്ലറികൾ നമ്മുടെ മുന്നൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലൊന്നും ജ്വല്ലറികൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ഗ്രാമങ്ങളിലും ഇഷ്ടംമാതിരി ജ്വല്ലറികൾ, വലിയ വലിയ ജ്വല്ലറികളാണ് ഉള്ളത്. അതിന് പുറമെ പണ്ടം പണയം, ഇതൊരു ധനകാര്യ സ്ഥാപനമാണ്. ഒരുപാട് ആൾക്കാർ ഇതിൽ ജോലി ചെയ്യുന്നുമുണ്ട്. വലിയ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഈ പണ്ടം പണയവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുകയാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നു എന്ന് തന്നെ പറയാം. അതേമാതിരി ജ്വല്ലറി മേഖലയിലും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലവസരം ഉണ്ട്. ഇപ്പോൾ ഈ എല്ലാ മേഖലയും പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്ന അത് നിർമ്മാണം, അതിന്റെ ഫാക്ടറി, ഇതൊക്കെ ഓർണമെന്റ്സ് ഉണ്ടാക്കുമ്പോഴാണ് ഇതെല്ലാം ആവശ്യം വരുന്നത്. ഓർണമെന്റ്സ് അല്ല മറ്റുള്ള രൂപത്തിലാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഈ മേഖലയിലൊക്കെ തൊഴിൽ നഷ്ടവും കൂടി വരാൻ പോവുകയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിലാണ് ഇതിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇത്രയും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിലെ സ്തംഭനം തുടരുകയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടവും സംഭവിക്കും. അതാണ് ഒരു നിത്യോപയോഗ വസ്തു പോലെയായിരുന്നു നമ്മുടെ സ്വർണം. ഇപ്പോൾ ഒരു ആഡംബര വസ്തുവിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഡംബര വസ്തുവിലേക്ക് സ്വർണം മാറുകയാണെങ്കിൽ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും തൊഴിൽ നഷ്ടം ഇതിൽ വരാൻ പോവുകയാണ്. ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ, സ്വർണം പണ്ടം പണയം വെക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ, ജ്വല്ലറികളിൽ, അതുമായി ബന്ധപ്പെട്ട് ഓർണമെന്റ്സ് മേക്കിംഗ് യൂണിറ്റുകൾ, ഇതിലൊക്കെ തൊഴിൽ നഷ്ടങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. കാരണം ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഈ പറഞ്ഞ ആൾക്കൊന്നും തൊഴിലില്ലാത്തൊരവസ്ഥ വരികയാണ്. മേക്കിംഗ് യൂണിറ്റുകളൊന്നും കാര്യമായി പ്രവർത്തിക്കാത്തൊരവസ്ഥ വരികയാണ്. ഇപ്പോൾ ഇത് വാങ്ങിക്കൂട്ടുന്നത് സെൻട്രൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒഴിച്ചാൽ പിന്നെ ഓൺലൈൻ ബിസിനസ്സാണ് നടക്കുന്നത്. അത് സ്വർണത്തിന്റെ വിലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സ്വർണം അവിടെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു മേഖല നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണിത്.
നമ്മൾ ദിവസവും സ്വർണത്തിന്റെ വില കൂടി 80 ഗ്രാമിന് 80 കോടി, 150 കോടി, 200 കോടി എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് വെച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കാറില്ല. കാരണം ഇത് ഒരു വലിയ വിഭവത്താണ് ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇത് വളരെ അധികം ഇറക്കുമതി ചെയ്യുന്ന ഒരു മഞ്ഞലോഹമാണ് സ്വർണം. നമ്മുടെ രാജ്യത്ത് 600 ടണ്ണോളം ഏകദേശം ഇറക്കുമതി ചെയ്യുന്നു എന്നൊക്കെയാണ് കണക്കുകൾ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഇറക്കുമതിയും കുറയും. കാരണം ഈ ഗോൾഡിന് ഇറക്കുമതിയുടെ ആവശ്യമില്ല. കാരണം അവിടെ വില മാത്രമാണ് അവിടെ ആവശ്യമുള്ളത്. പിന്നെ സെൻട്രൽ ബാങ്കുകൾ വാങ്ങിക്കൂട്ടുന്നു എന്നത് അതിന് മാർക്കറ്റിൽ കാര്യമായ വ്യതിയാനങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന് മാർക്കറ്റിൽ കാര്യമായ ചലനങ്ങളൊന്നുമില്ല. ഇങ്ങനെ വരുമ്പോൾ ഈ മഞ്ഞലോഹത്തിന്റെ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടം ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ സ്വർണത്തിന് വില കൂടി എന്ന് പറഞ്ഞ സ്വർണം നമുക്ക് വാങ്ങാൻ പറ്റില്ല എന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടമാണ് ഇനി ഉള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം ആദ്യം ഒന്നാം ഘട്ടമായി തന്നെ ജ്വല്ലറികളിൽ 60-50 ആളൊക്കെ ഉള്ള ജ്വല്ലറികളാണെങ്കിൽ അതിൽ നിന്ന് 10 ആളെ കുറക്കും, 15 ആളെ കുറക്കും, 20 ആളെ കുറക്കും. ഇങ്ങനെയൊക്കെയാണ് ഇനി ഉള്ള ദിവസങ്ങളിൽ സ്വർണവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. കാരണം 92,000 പിന്നെ അടുത്ത് ഇനി 80 രൂപയായ 92,000 പിന്നീടും പിന്നെ അതിന്റെ പ്രയാണം വീണ്ടും എവിടം വരെ എത്തും എന്ന് പോലും ഇപ്പോൾ പ്രവചനാതീതമാണ്. കാരണം 50,000 അടുത്തേക്കൊക്കെ താഴും എന്നൊക്കെ പലരും പ്രവചിക്കുന്നുണ്ട് എങ്കിലും അതിനൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തും എന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും വില കൂടിയൊരു സാധനം ഇനി താഴോട്ട് വരുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ലോകത്തെവിടെ ഇല്ല. വില കൂടുന്നു എന്ന് ചോദിച്ചാൽ അത് വില കുറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടെങ്കിലും അത് ചെറുതായിട്ടൊക്കെ കുറയാറുള്ളൂ. ഒരു വലിയൊരു മാറ്റം ലോകത്തെവിടെയും സംഭവിക്കുന്നുമില്ല ഒരു സാധനത്തിന്റെ പേരിലും. അപ്പോൾ 92,000 അടുത്തെത്തിയിരിക്കുന്ന ഈ സ്വർണം ഇനി താഴോട്ട് വരും, വന്നാൽ തന്നെ എത്ര എന്നതാണ് ഇനി ചിന്തിക്കാനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോ ഒരു ആഡംബര വസ്തുവായി മാറാൻ പോകുകയാണ് സ്വർണം. അത്യാവശ്യ വസ്തുവാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നുണ്ടെങ്കിലും അത് ഇനി മുതൽ ഒരു ആഡംബര വസ്തുവിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മാറിയാൽ പിന്നെ അത് സ്വർണത്തിന്റെ വ്യവസായ മേഖല പൂർണ്ണമായും തകരും. അപ്പോൾ സാധാരണക്കാർ അതിനെ ആശ്രയിക്കാതിരിക്കും. ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഇപ്പോൾ ഇത് ഇപ്പോൾ കാര്യമായിട്ടില്ലെങ്കിലും കുറച്ചു മുൻപ് വരെ ഒരു സാധാരണക്കാരന് എന്തായാലും അയാൾ സ്ഥിരമായി പോകുന്ന ഒരു ജ്വല്ലറി ഉണ്ടായിരിക്കും. ഇനി ആ അവസ്ഥ ഒക്കെ മാറി അങ്ങനെ ഒരു ജ്വല്ലറി ഒന്നും ഉണ്ടാകാൻ ഇനി സാധ്യതയില്ല. കാരണം ഇത്രയും വില കൂടിയ ഒരു സാധനം വാങ്ങാനും അത് ഉപയോഗിക്കാനും ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ഒരു സ്വർണമുള്ള ഒരാൾക്കാണെങ്കിൽ തന്നെ അത് അണിഞ്ഞ് പുറത്ത് പോകുവാനും സേഫ്റ്റി ഇല്ലാത്തൊരവസ്ഥയാണ്. മന്ത്രിമാർക്കൊക്കെ കൊടുക്കുന്ന മാതിരി സെക്യൂരിറ്റി ഇനി സ്വർണം വിട്ടുപോകുന്ന ആൾക്കും കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ. കാരണം ഒരു ചെയിനാണെങ്കിലും ആ ചെയിന് 1-1.5 പവനുണ്ടെങ്കിൽ അത് പൊട്ടിച്ചെടുത്ത് ആരെങ്കിലും ഓടിക്കഴിഞ്ഞാൽ നഷ്ടം ലക്ഷത്തിന്റെ അടുത്ത് പുറത്തു പോവുകയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അണിഞ്ഞു പോവാനും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ അണിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു സാധനം പിന്നെ വാങ്ങി വെക്കുന്ന ഇതിൽ യുക്തിയില്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒത്തുവരുമ്പോൾ ഇത് ജനങ്ങൾ വാങ്ങാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നതാണ് യാഥാർത്ഥ്യം. സെൻട്രൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടും എന്നല്ലാതെ മറ്റു സാധാരണക്കാർ ഇത് ഉപയോഗത്തിന് വേണ്ടി വാങ്ങി ഓർണമെന്റ്സായി ഉപയോഗിക്കുന്നതിന് അണിഞ്ഞ് നടക്കുന്നതിന് വേണ്ടി ഇനി വാങ്ങാത്തൊരവസ്ഥയാണ് സ്വർണത്തിന് വരാൻ പോകുന്നത്. ഇതിൽ വലിയൊരു തൊഴിൽ നഷ്ടവും ഈ മേഖലയിൽ സംഭവിക്കാൻ പോകുകയാണ്. ഇതാണ് നമ്മൾ ഇന്ന് വളരെ കാര്യഗൗരവമായി ഇത് ചർച്ച ചെയ്തത്. ഇത് സ്പെഷ്യൽ സ്റ്റോറിയായി എടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നാമ്പുറങ്ങൾ ഇതൊക്കെയാണ്. കാരണം ഈ മേഖല തകർച്ചയിലേക്ക് പോവുകയാണ്. ഈ വില കൂടുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഒരു പരിധി വിട്ട് എന്തും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ജനങ്ങൾ അതിനെ കൈയൊഴിയും, അതിനെ ഉപേക്ഷിക്കും. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മേഖല തകർച്ചയുടെ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിൽ നഷ്ടമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം തീർച്ചയായും. അപ്പോൾ ഒരു പരിധി വിട്ട് ഏതൊരു സാധനവും വില കൂടി കഴിഞ്ഞാൽ പിന്നെ അതിന് തൊഴിൽ നഷ്ടത്തിലേക്കാണ് അത് എത്തിപ്പെടുക എന്നതും ആണ് യാഥാർത്ഥ്യം.
ഇനി അത് സ്വർണം സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇനി വില കുറയും എന്ന് ഒരു വിദഗ്ധരും അഭിപ്രായപ്പെടുന്നില്ല എങ്കിലും വില തരിയെങ്കിലും താഴോട്ട് വരും എന്ന് ഒക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് എങ്കിലും കുത്തനെയുള്ള ഒരു വില കുറവിനെ സംബന്ധിച്ച് ഒരു വിദഗ്ധരും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വർണത്തിന്റെ വില എവിടം വരെ എത്തും എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവുമില്ല. ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും സമാധാനങ്ങളൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ടു, എന്നിട്ടും ഇതിലൊരു ചലനത്തിന് ഒരു മാറ്റവും ഇതുവരെയും സംഭവിക്കുന്നില്ല. കൂടുക തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമാധാന കരാറുകളും പലതും രൂപം നൽകി, പലതും പ്രായോഗികമായി ഒക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു വില കുറവിനെ സംബന്ധിച്ചുള്ള ഒരു ചലനങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല. 2-3 ദിവസം കൂടുമ്പോൾ ചെറിയൊരു എന്തെങ്കിലും കുറഞ്ഞ് അത് 2-4 ദിവസത്തിന് ശേഷം അത് കുത്തനെ കൂടുന്ന ഒരു പ്രവണതയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ വാങ്ങാനും അണിഞ്ഞാൽ തന്നെ അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഒക്കെ വലിയ പ്രയാസം നേരിട്ടും. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ ഇതിനെ ഈ മഞ്ഞലോഹത്തെ ഉപേക്ഷിക്കും. ആ മഞ്ഞലോഹത്തെ ജനങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ സെൻട്രൽ ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ വാങ്ങിക്കൂട്ടിയത് കൊണ്ട് സാധാരണക്കാരന് തൊഴിൽ ലഭിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇത് അണിഞ്ഞു പോകാനുള്ള സുരക്ഷിതത്വം ഇല്ലാതെ വരുമ്പോൾ ഇത് സാധാരണക്കാരൻ കൈയൊഴിയുമ്പോൾ ഈ മേഖലയിൽ വലിയ ഒരു തൊഴിൽ നഷ്ടം, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ, ഇപ്പൊ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടം ഈ മേഖലയിൽ സംഭവിക്കും എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുവാനും വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.